ഹലോ, ഒരുപാട് നാളുകളായിട്ടോ ഒരു ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് പല പല കാരണങ്ങളാൽ എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റാറുണ്ടായിട്ടില്ല. അപ്പം ഇന്ന് ഞാൻ ഒരു അടിപൊളി എഗ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആയാലോ. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ചിക്കൻ നന്നായിട്ട് ആദ്യമേ തന്നെ കഴുകിയെടുത്തതിലേക്ക് നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ പേസ്റ്റോ എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. കൈവച്ച് തന്നെ നന്നായിട്ട് കുഴച്ച് യോജിപ്പിച്ചെടുക്കണം. പിന്നീട് അതിലേക്ക് നല്ല വലിയൊരു എഗ്ഗ്, മുട്ട വലുതാണെങ്കിൽ ഒരെണ്ണം മതി കേട്ടോ, ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കുക. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് യോജിപ്പിച്ചെടുക്കുക. പിന്നീട് അതിലേക്ക് നമ്മുടെ ചെറുനാരങ്ങ ഒരു പകുതി അതിൻ്റെ നീര് കംപ്ലീറ്റായിട്ട് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. അതിനൊപ്പം തന്നെ കോൺഫ്ലവർ അത് ഒരു 2 ടീസ്പൂണ്, മൈദ 2 ടീസ്പൂൺ അതും കൂടെ ചേർത്തിട്ട് അതും കൂടെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഓയിലൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഞാൻ റൈസും കൂടി കുക്ക് ചെയ്യുന്നുണ്ട്. നല്ലതുപോലെ വെള്ളം ഇത്തിരി കൂടുതലായിട്ട് ഒഴിക്കുക കേട്ടോ. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പം കഴുകി ഒരു അരമണിക്കൂർ മുന്നേ തന്നെ നമ്മൾ കഴുകി അരിയൊന്ന് വെള്ളമൊക്കെ പോകാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. അതിന് ശേഷം തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക. ഉപ്പും 2 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഹൈ ഫ്ലെയിമിൽ റൈസ് വേവിച്ചെടുക്കണം കേട്ടോ. ഒരു 80-85% വേവിച്ചാൽ മതി, കൂടുതൽ വേവിക്കേണ്ട. അപ്പോൾ നമ്മൾ ചിക്കൻ അവിടെ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്കൊരു ഇത്തിരി വെള്ളം ഒരു ബൗളിലേക്ക് എടുത്തിട്ട് അതിൽ നമ്മുടെ കോൺഫ്ലവർ ഒരു 2 ടീസ്പൂണ് കലക്കി ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ഈ ഒരു കോൺഫ്ലവറിൻ്റെ കൂടെ തന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരോ അല്ല ഇത്തിരി വിനാഗിരിയോ ഒഴിച്ചിട്ട് അതും കൂടെ മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. നമ്മൾ റൈസിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം, ബീൻസ്, ക്യാരറ്റ്, ഒരു ചെറിയ പീസ് സവാള, ഇഞ്ചി വെളുത്തുള്ളി അതും കൂടെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ റൈസ് ഇവിടെ ഒരു 80-85% കുക്കായിട്ടുണ്ട്. അതായത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മൾ ഈ റൈസ് കുക്ക് ചെയ്തിട്ട് എടുക്കാനായിട്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ റൈസ് ഒന്ന് ഊറ്റി മാറ്റി വെക്കണം. ഊറ്റിന്ന് തന്നെയല്ലേ പറയണത്, അരിപ്പയിലേക്ക് മാറ്റി വെക്കണം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് വേറൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒരു കാരണവശാലും യൂസ് ചെയ്യരുത്, ഓയിൽ തന്നെ യൂസ് ചെയ്യാം. പിന്നെ മുട്ടയിലേക്ക് ഇത്തിരി കുരുമുളക് പൊടി ഇത്തിരി ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. നമ്മുടെ റൈസിലേക്ക് ആഡ് ചെയ്യാനായിട്ടാണ് കേട്ടോ ഇത്. ചിലവർ ഇത് ഓംലേറ്റ് പോലെ ആക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ നീളത്തിൽ നമ്മുടെ നൂഡിൽസില്ലേ അതുപോലെ മുറിച്ചിട്ട് അങ്ങനെ ആഡ് ചെയ്യും. നിങ്ങൾക്ക് അങ്ങനെയാണ് താല്പര്യമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. പിന്നീട് ഞാൻ വേറൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചില്ലി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കൂടുതലൊന്നും ഓയിൽ ഒഴിച്ച് കൊടുക്കരുത്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യണം. പെട്ടെന്ന് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. കൂടുതലായിട്ടിട്ട് ഇളക്കരുത്. ഒരു കുഞ്ഞ് പച്ചമുളക്, നമ്മുടെ ഈ സവാളയും ക്യാപ്സിക്കവും സ്ക്വയറായിട്ട് കട്ട് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. കൂടുതലായിട്ടൊന്നും വേണ്ട. നമ്മുടെ ചിക്കൻ അപ്പുറത്ത് നന്നായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ആ പച്ച മണം ഒന്ന് പോകുന്നത് വരെ നന്നായിട്ട് ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട കേട്ടോ. ആ ഒരു രീതിയിലൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ഒന്ന് പെട്ടെന്ന് നന്നായിട്ട് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ട് നമുക്കതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. പെട്ടെന്ന് തന്നെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഈ ഒരു പരുവത്തിലായാൽ മതി കേട്ടോ. ഒന്ന് വാടി കിട്ടിയാൽ മതി. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും ഉപ്പും, നിങ്ങൾ എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. എരിവ് കൂടുതലായിട്ട് വേണമെങ്കിൽ കുരുമുളക് പൊടി കൂടുതൽ ചേർക്കുന്നത് കൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അതിനൊപ്പം തന്നെ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക. ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇളക്കി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ അതിനൊപ്പം തന്നെ കുറച്ച്
നിങ്ങൾക്ക് എത്രയാണോ ടേസ്റ്റ് ഇഷ്ടം അതിന് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് പെട്ടെന്നൊന്ന് ഇളക്കിയെടുക്കുക. ഇളക്കിയെടുത്തിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുരുമുളക് പൊടി വേണമെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക, ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന്. എന്നിട്ട് പിന്നെ നമ്മൾ ആദ്യമേ കലക്കി മാറ്റി വെച്ചിരുന്നില്ലേ ആ ഒരു കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കാട്ടോ. കോൺഫ്ലവർ ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നല്ല കുറുകി വരും കേട്ടോ. നമ്മൾ ഈ ചില്ലി ചിക്കന് കാണുന്ന ഗ്രേവിയില്ലേ ആ ഒരു പരുവത്തിലേക്ക് വരും. പിന്നെ നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടുന്ന കളർ ഇതിന് കിട്ടത്തില്ല കേട്ടോ. അവർ ഫുഡ് കളറാണ് ആഡ് ചെയ്യുന്നത്, നമ്മളിവിടെ ഫുഡ് കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. അതൊരു നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ലാത്തത് കൊണ്ട് ഫുഡ് കളർ ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ ഒരു കളറ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ ഫുഡ് കളർ ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ നല്ലത്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. നമുക്ക് ഓൾറെഡി ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. അതുപോലെ തന്നെ ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുക്കുക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക, ഒരു നല്ല മണം വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ അവിടെ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുമിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഈ ഒരു വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക, പിന്നെ സോയാ സോസ് ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ടേസ്റ്റ് അനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറച്ച് മതിയെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി, കൂടുതൽ ഒഴിക്കരുത്. അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമില്ല, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന റൈസും കൂടി ഇട്ട് കൊടുക്കുക. വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന എഗ്ഗില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. നമ്മുടേതായ രീതിയിൽ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിക്കുന്നതിലും ഭേദം എടുക്കുന്ന നമ്മൾ ഒന്ന് ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ എല്ലാ വെജിറ്റബിൾസും വേണമെന്നൊന്നുമില്ല. സ്പ്രിങ് ഒനിയൻ ഇടുന്ന ആൾക്കാരുണ്ട്, അത് അവർ കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാം. ചിക്കനൊക്കെ എല്ലാവരുടെ വീട്ടിലും അത്യാവശ്യം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വാങ്ങിക്കുന്നതായിരിക്കും. എല്ലാവരുടെ കാര്യമല്ല കേട്ടോ പറയണത്, വാങ്ങിക്കണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ടൊന്നിങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ ഹെൽത്തി ആയിട്ട് പിള്ളേർക്ക് നന്നായിട്ട് കഴിക്കാനും പറ്റും. ഫുഡ് കളറൊന്നും ചേർക്കാതെ ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് ഈ റൈസൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് കഴിഞ്ഞു നമ്മുടെ ഫ്രൈഡ് റൈസും എഗ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഓൾറെഡി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്യുക. വീഡിയോസ് മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.